ആദ്യം സ്റ്റാർ മാജിക്കില് തങ്കച്ചൻ ചേട്ടനെ ഇങ്ങനെ കയ്യും കാലും കാലത്ത് ആശ കൊടുത്ത് തങ്കച്ചൻ ചേട്ടനെയും ചതിച്ചു, ഇപ്പൊ അനീഷിനെയും ചതിച്ചു എന്നും പറഞ്ഞ് അങ്ങനെ കുറെ ട്രോൾ തോന്നിയിട്ടുള്ളൂ. നമുക്കും ഇങ്ങനെ കാണുന്നവർക്ക് അങ്ങനെ തമാശയായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അനുവിന്റെ ക്ലിപ്സ് വരുന്നത് ഇങ്ങനെ കണ്ണിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ചിമ്മിപ്പിക്കുന്നത്, ഞാൻ ഇച്ചായ എന്ന് വിളിക്കണോ, അപ്പൊ എനിക്ക് തനി സ്റ്റാർ മാജിക്കില് തങ്കച്ചൻ ചേട്ടനോട് പെരുമാറിയ പോലെയാണ് നമുക്കൊക്കെ തോന്നുന്നത്. അല്ല, അവിടെയുള്ള ആർട്ടിസ്റ്റുകളെ വെച്ച് നോക്കുമ്പോ അനു ഒരുപാട് ട്രെയിൻഡ് ആണ്. അതെ, പലരും ചിലപ്പോ അങ്ങനെ ഒരു സ്പേസിൽ ആദ്യമായിട്ടായിരിക്കും. അനുമോള് കുറച്ചും കൂടി ഞങ്ങളുടെ ഷോ ഏകദേശം ഒരു ബിഗ് ബോസിന്റെ വേറൊരു പതിപ്പാണെന്ന് വേണമെങ്കിലും പറയാം. ഞങ്ങളത് കുറച്ച് ഫണ്ണായിട്ട് എടുക്കുന്നു, ഞങ്ങൾ ഫണ്ണായിട്ട് ചെയ്തു പോകുന്നു. അവിടെ സംഭവിക്കുന്ന ലൈവ് സംഭവങ്ങൾ ഞങ്ങൾ എഡിറ്റ് ചെയ്ത് അതിൽ കൊള്ളാവുന്ന സംഭവം മാത്രം കാണിക്കുന്നു. അതിൽ ചെറിയൊരു സ്ക്രിപ്റ്റഡ് കൊടുക്കുന്നു, എന്താ വേണ്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ അവിടെ ഒരുപാട് നാച്ചുറലായിട്ട് കാര്യങ്ങൾ ഹാപ്പൻ ചെയ്യുന്നു. നമ്മളതൊരു കോൺട്രവേഴ്സി ആയിട്ട് കാണിക്കാറില്ല. ഞങ്ങളെപ്പോഴും ഒരു ഫൺ മൂഡിൽ അത് എന്റർടൈൻമെന്റ് ആയിട്ട് പോട്ടെ, അതാണ് അതിന് പറ്റിയ ഷോ അതാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ കൺസീവ് ചെയ്തിരിക്കുന്നു.